ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തേക്കുള്ള ചോറിനുള്ള അരിയും അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റും ചെയ്യണേ. എന്നാൽ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ട് ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നതേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ. അരിയൊക്കെ ഞാൻ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടേ അപ്പത്തിനുള്ള മാവാണിതേ. ഞാനാണെങ്കിൽ തലേന്ന് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്താണ് ഞാൻ അരച്ച് വെക്കുന്നത്. നന്നായിട്ട് പൊന്തിയും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അരയ്ക്കുമ്പം ഉപ്പ് ചേർക്കാറില്ലെന്ന് കേട്ടോ. അത് ഞാൻ ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഒരുപാട് പുളിച്ചു പോയാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പവും ദോശയൊന്നും പുളി തോനെയുള്ളത്. അത് കാരണം ഞാൻ ഉപ്പൊക്കെ ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഉപ്പ് ചേർത്ത് കലക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കലക്കി വെക്കുക. ആ സമയത്ത് നമുക്ക് വെള്ളമൊക്കെ പോരെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ കറക്റ്റിനാക്കി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇന്ന് കടലക്കറിയാണ് വെക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വെള്ളക്കടലയാണ് ഇന്ന് ഞാൻ അപ്പത്തിനെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനാണെങ്കിലേ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും എണ്ണയിൽ വാട്ടിയല്ല ചെയ്യുന്നത്. കുക്കറിനകത്ത് കടല വേവിക്കാൻ വെക്കുമ്പം തന്നെ ചുമന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് ഞാൻ തലേന്നേ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാടില്ല. തലേന്ന് തന്നെ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കടല അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ അതിനകത്ത് അരിഞ്ഞ് ചേർക്കാം. അതിനകത്ത് അരിഞ്ഞ് ചേർക്കുമ്പോൾ ഇത് അങ്ങ് നന്നായിട്ട് അരിഞ്ഞ് ചേർക്കണമെന്നൊന്നുമില്ല. രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി. വലിയ ഉള്ളിയൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ട്, ചെറിയ ഉള്ളി അങ്ങനെ തന്നെ അങ്ങ് ഇടാം നമുക്ക് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി അത് മൊത്തം ഞാൻ ചേർക്കാം കേട്ടോ. കടലയല്ലേ, ഗ്യാസൊക്കെ ഉണ്ടാകും ചിലവർക്ക്. അത് കാരണം ഞാൻ വെളുത്തുള്ളിയും കുറേ ചേർക്കും. പിന്നെ അങ്ങ് വേവിക്കാൻ വയ്ക്കാം. പിന്നെ ഞാനേ ക്യാരറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് തോരന്, ഞങ്ങളിവിടെയൊക്കെ തോരൻ എന്നാണ് പറയുന്നത്, ഉപ്പേരി എന്ന് പറയാറില്ല കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക ഫ്രൈയും. വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ മീൻ വറുക്കുന്ന കണക്ക് വറുത്തെടുക്കത്തില്ലേ, അതുമാണേ. എനിക്ക് ചോപ്പറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൈവച്ചാണ് എല്ലാം അരിഞ്ഞെടുക്കുന്നത്. കടലയൊക്കെ അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ചിട്ട് തോരൻ അങ്ങ് അടുപ്പി വെക്കാം. ഞാൻ ഈ പാനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നുമില്ല. ഇതെനിക്ക് പാലുകാച്ചിന് കിട്ടിയത് 10 വർഷം മുമ്പ്. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്താണ് ഞാൻ മിക്കവാറും എല്ലാ സാധനങ്ങളും വേവിക്കാറ് കേട്ടോ. നമുക്ക് ഈ വെണ്ടയ്ക്കയും കൂടെ അങ്ങ് അരിഞ്ഞ് വെക്കാം. അടുപ്പത്ത് വെക്കാനുള്ള തോരൻ വേകുമ്പോഴത്തേക്കേ 2 വെണ്ടയ്ക്ക് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിടണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പിൽ തീയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിൽ അരി അടക്കുന്ന കാരണം അതും ഇതിൻ്റെ കൂടെ വെന്ത് വരണ്ടേ. നമുക്ക് ഇന്ന് 8:30 ആകുമ്പോൾ മൂക്ക് സ്കൂളിൽ പോകണം കേട്ടോ. മൂത്താൾക്ക് സ്കൂൾ തുറന്നിട്ടുണ്ട്. 30-ാം തീയതി സ്കൂൾ തുറന്നായിരുന്നേ. തോരനൊക്കെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. ഞാനേ ഒത്തിരി പാത്രങ്ങളൊന്നും പാചകത്തിന് ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇതിപ്പം തോരൻ വെച്ചില്ലേ, അതിനകത്ത് നിന്ന് ആ തോരൻ മാറ്റിയിട്ട് ഇനി അതിനകത്ത് തന്നെ ഞാൻ കടലക്കറിയും വെക്കും. അതിനകത്ത് തന്നെ ഞാൻ വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ച് ഒന്ന് പുരട്ടി വെക്കണം. അത് ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കടലക്കറി വെക്കാം. ഇച്ചിരി നമ്മൾ കടുക് വെച്ചാൽ എണ്ണ എടുക്കില്ലേ, അത്രയും എണ്ണ മതി നമുക്ക് ഈ കടലക്കറി വെക്കാൻ വേണ്ടി കേട്ടോ. അതിൽ കടുവും പൊട്ടിച്ച് വറ്റൽമുളക് ഇടാം. എൻ്റെ ഈ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു. പൊടികളായിട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി 2 സ്പൂൺ ഇടുമ്പോൾ മല്ലിപ്പൊടി ഒരു 1-1.25 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർക്കണേ. ഉപ്പ് ഇടണം. കടല മൊത്തം അങ്ങ് ചേർക്കണ്ട. ഒരു 2 സ്പൂണിന് വേണ്ടിയുള്ള കടല മാറ്റി വെച്ചേക്കണം. അത് നമുക്കിതാ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതും കൂടി ഇതിനകത്ത് അങ്ങ് ചേർക്കണം കേട്ടോ. ഓണാക്കിക്കോ.
പിന്നെ പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് തേങ്ങ ഞാൻ ഇതിനകത്ത് അരച്ച് ചേർക്കാറില്ല കേട്ടോ. പകരം ഒരു ഇച്ചിരി തേങ്ങ മിക്സിയിൽ അടിച്ച് പാലെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പണിയേ ഉള്ളൂ നമ്മുടെ കടലക്കറിക്ക്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കുറുകിയ നല്ല ടേസ്റ്റിയായ കടലക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരുപാട് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് എണ്ണയൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് ഇതിനകത്ത് വലിയ എണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കടുക് കാച്ചാൻ വേണ്ടി മാത്രമുള്ള എണ്ണയും ചേർക്കത്തുള്ളൂ. ആ പൊടിയൊന്നും മൂക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ എൻ്റെ കടലക്കറിയും വെന്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണം, അപ്പവും ചുടണം. അപ്പോഴത്തേക്ക് മോള് വന്നിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് മോള് വന്നത്. പിന്നെ അവൾക്ക് അപ്പം അങ്ങ് ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച്. കഴിച്ചിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് മറ്റേ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്താൽ മതിയല്ലേ. അങ്ങനെ എൻ്റെ അപ്പമൊക്കെ ചുടാൻ വെച്ചിട്ടുണ്ട്. അവൾക്കുള്ള അപ്പം അങ്ങ് ചുട്ട് മാറ്റാം ആദ്യം തന്നെ. അവൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഒരുങ്ങുന്നതിന് മുമ്പേ തന്നെ അവളങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കാരണം അവൾക്കുള്ള അപ്പം അങ്ങ് ചുട്ട് മാറ്റുവാണേ. നല്ല പൂ പോലെ പഞ്ഞി പോലെയുള്ള അപ്പം കേട്ടോ. എന്താ കാണുമ്പം തന്നെ അറിയാമല്ലോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ്. നമ്മൾ ഇച്ചിരി ഈസ്റ്റിട്ട് തലേന്ന് അരച്ച് വെച്ചാൽ മതി. കടലക്കറി ഒഴിക്കുന്നുണ്ട്. കടലക്കറി ഒഴിച്ച് മോൾക്ക് കഴിക്കാനങ്ങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്യണം. ഇനി ഒരു മുട്ട പൊരിക്കണം, ചമ്മന്തി അരയ്ക്കണം കേട്ടോ. ഞാൻ ഈ ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ അതങ്ങ് ഇതിനകത്തൊന്ന് സ്കിപ്പായിപ്പോയി കേട്ടോ. ഞാൻ ചമ്മന്തി അരച്ച് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ചമ്മന്തി അരച്ച് വെച്ചായിരുന്നു കേട്ടോ മിക്സിക്കകത്ത്. അപ്പോഴത്തേക്ക് അതങ്ങ് സ്കിപ്പായിപ്പോയി. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ ഇല്ലയെന്ന് കണ്ടത്. ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ച് നമുക്ക് ഇവർക്ക് ചോറ് കൊടുത്തുവിടാം. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതാ ഇങ്ങനെ ഒരുപാട് നേരം നമുക്ക് എത്ര കറി ഉണ്ടാക്കിയാലും ശരിയാകത്തില്ല. ഒരു തൈരും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ക്യാരറ്റ് തോരനും വെണ്ടയ്ക്ക ഫ്രൈയാണ് ഇന്ന് കൊടുക്കുന്നത്. ഇനി എനിക്ക് ധൃതിയാട്ടോ. അവരെ ഒന്ന് പറഞ്ഞു വിടട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ധൃതിയിലുള്ള ജോലികളാണ്. അവരെ ഒന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള. താങ്ക് യു.